ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? ഇതെന്താ ഈ കോലത്തിൽ വന്നിരിക്കണമെന്നാവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്കിൻ കെയർ ചെയ്താലോ? കുറേ ആയില്ലേ നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ട്. കണ്ടിന്യൂസ് ആയി ചെയ്യണം എന്നുള്ളൊന്ന് പറയാം, കമൻ്റായിട്ട് ഇടും. അപ്പോൾ ഇപ്പോൾ സ്കിന്ന് ഭയങ്കര ഡാമേജ്, എസ്പെഷ്യലി എൻ്റെ സ്കിന്ന് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ സ്കിന്നാണ്. ഭയങ്കര ഡാമേജ് ഇരിക്കുകയായിരുന്നു സ്കിന്ന്. ഈ ട്രീറ്റ്മെൻറ്റ്, ഐ മീൻ ഈ ഒരു സ്കിൻ കെയർ ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റമുണ്ട്. ഭയങ്കര റിങ്കിൾസും പിഗ്മെൻറ്റേഷനും ഡാർക്ക് സർക്കിൾസ് എല്ലാ പ്രശ്നങ്ങളും, പിന്നെ ഡ്രൈയും എൻ്റെ അമ്മയെ ഒന്നും പറയണ്ട, അത്രയും പ്രശ്നങ്ങളായിട്ടായിരുന്നു ഞാനിത് സ്റ്റാർട്ട് ചെയ്ത്. ജസ്റ്റ് നോക്കിയതാണ്. മുന്നേ ഞാനിത് ഏകദേശം ഇതേ രീതിയിൽ നിൽക്കുന്ന ഒരു പാക്കേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതായിരുന്നു ഒന്നും കൂടിയും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി, എനിക്ക് ഫീൽ ചെയ്തു, എനിക്ക് റിസൾട്ട് കിട്ടി. അതുകൊണ്ട് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നിങ്ങൾ നോക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ അതിൻ്റെ റിസൾട്ട് ഒരു തവണ ഇട്ടാലൊന്നും റിസൾട്ട് കിട്ടില്ല. ഐ മീൻ 2 തവണ ഇടുമ്പോൾ തന്നെ നമ്മൾ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന പോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട് ഇതിന് എന്ന് കരുതി ഒറ്റ തവണ ഇട്ടുകൊണ്ട് ഭയങ്കര മാറ്റം എന്നൊന്നും നിങ്ങൾ കരുതരുത്. 1, 2, 3 തവണ ഇട്ട് നോക്കുക. പിന്നെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇട്ട് നോക്കുക. ഫസ്റ്റ് ഇടേണ്ടത്, ഞാനിപ്പോൾ ക്ലാസ്സിന് പോകണ ഫസ്റ്റത്തെ ടൈമിലിടും, ഐ മീൻ മോർണിംഗിലിടും, പിറ്റേ ദിവസം മോർണിംഗിലിടും, അങ്ങനെ. പിന്നെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ, പിന്നെ 2 ദിവസം. നിങ്ങൾക്ക് ഡാമേജ് ആണെന്ന് തോന്നുമ്പോൾ, സ്കിന്നിന് ഡാമേജ് ആണെന്ന് തോന്നുമ്പോൾ നിങ്ങൾ സ്കിൻ കെയർ എന്താണോ അതിൻ്റെ ഇടയിലൊന്ന് ഇതൊന്നും ആഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതും കൂടിയാണ്. പിന്നെ എന്തെങ്കിലും ആഡ് ചെയ്യണത്, ഐ മീൻ തൈരാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റില്ല. ചിലർക്ക് അത് പിമ്പിൾസ് ഓയിലി ആക്കാം. മേ ബി എനിക്കിപ്പോൾ ആപ്റ്റാണ് ഇപ്പോൾ തൈര്. ബിക്കോസ് ഈ ടൈമിന് എനിക്ക് സ്കിൻ ആകെ ഡാമേജ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡാമേജാണ്. അപ്പോൾ അതിന് പറ്റിയൊരു പാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് തൈര് പറ്റുന്നില്ലെങ്കിൽ റോസ് വാട്ടർ, അല്ലെങ്കിൽ എന്താ പറയുക, ഓറഞ്ചിൻ്റെ നീര്. ഓറഞ്ച് ഇപ്പോൾ നന്നായി റയറായിട്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഓറഞ്ചിന് അതൊക്കെ നല്ലതാണ്. അപ്പോൾ അതിന് അങ്ങനെയൊക്കെ മാറ്റി യൂസ് ചെയ്യാം. ഐ മീൻ റോസ് വാട്ടർ എല്ലാ സ്കിന്നുകാർക്കും പറ്റുമല്ലോ. ഓയിലും പറ്റും, കോമ്പിനേഷനും പറ്റും, സെൻസിറ്റീവും പറ്റും, എല്ലാ സ്കിന്നിനും പറ്റും. അപ്പോൾ അത് ട്രൈ ചെയ്തു. ഭയങ്കര ഡ്രൈ ആണ് എൻ്റെ ഈ പറഞ്ഞ പോലത്തെ പ്രോബ്ലംസ് ഉള്ളവർക്കാണെങ്കിൽ തൈരായിരിക്കും ഒന്നുകൂടി നല്ലത് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പാൽ എനിക്ക് പറ്റുന്നില്ല, തൈര്. ഓക്കെ. അപ്പം നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ഫസ്റ്റ് വൺ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഫേസ് പാക്കിനുള്ള ഫസ്റ്റ് വൺ കോഫിപ്പൊടി 1 ടീസ്പൂൺ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നൊക്കെ നോക്കാം. 1 സ്പൂണ് നമ്മുടെ കോഫി പൗഡർ, ദെൻ ഗോതമ്പ് മാവ്, അതൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അത്. അപ്പോൾ അതും, പിന്നെ അത് മിക്സ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി തൈരില്ലാത്തൊരു ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് തൈര് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഐ മീൻ റോസ് വാട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. ഒരു 10-15 മിനിറ്റ് നന്നായി ഡ്രൈ ആവാത്ത രൂപത്തിൽ, ഓവർ ഡ്രൈനെസ് ആവരുത്, അല്ലെങ്കിൽ റിങ്കിൾസ് ആയിരുന്നു. അങ്ങനെ രൂപത്തിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ നന്നായി അപ്ലൈ ശേഷം ഫുൾ കവറാക്കിയാൽ നല്ല കട്ടിയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ള ശേഷം 15 മിനിറ്റിന് ശേഷം കഴുകി. ഇപ്പം ഞാൻ ഫേസൊക്കെ കഴുകി ഒന്ന് ജസ്റ്റ് കുളിച്ച് വന്നു.
അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലാവുണ്ടോയെന്നറിയില്ല. നേരത്തെ ഫേസിനെക്കാട്ടി ഒന്നും കൂടി ബ്രൈറ്റ് ആയി അല്ലേ. ബ്രൈറ്റ്നെസ് മാത്രമല്ല ഒരു ഗ്ലോയും, ഐ മീൻ എൻ്റെ പിമ്പിൾസിൻ്റെ മാർക്ക് വരെ പോയി. നിങ്ങൾക്ക് എപ്പോഴും ഞാൻ കാണിച്ചു തരാറുണ്ട്, പിമ്പിൾസിൻ്റെ മാർക്സ് ഒക്കെ പോയി, ഫേസൊക്കെ നല്ല വൃത്തിയായി. അതാണ് എനിക്ക് ആവശ്യം. എനിവേ, അപ്പോൾ നിങ്ങൾ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു ഐ മീൻ പിഗ്മെൻറ്റേഷൻ, ഫസ്റ്റ് വൺ അതാണ് പറയേണ്ടത്, പിഗ്മെൻറ്റേഷൻ പോയി. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയാൽ ഇനി നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ നിന്നിട്ട് ഇത് വീട്ടിൽ തന്നെ കിട്ടാവുന്ന ഒരു 3 ഇൻഗ്രീഡിയൻസ് അല്ലേ, അത് പുറത്തുനിന്ന് വാങ്ങിക്കണ്ട. എപ്പോഴും ഉണ്ടാവും തൈരും കാര്യങ്ങളും, ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാവുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇനിയും കാണുന്നതിനനുസരിച്ച്, ഷെയർ ചെയ്തതിനനുസരിച്ച്, വ്യൂസ് കൂടുന്നതിനനുസരിച്ചാണ് എനിക്ക് ഇനിയും വീഡിയോ, അല്ലെങ്കിൽ ഇതുപോലെ മടി പിടിച്ചിരിക്കും. അപ്പം വീഡിയോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ.